السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. അഭ്യന്തനായ അധ്യക്ഷനവர்களെ, നമ്മുടെ എല്ലാം ബഹുമാന്യനായ സംസ്ഥയുടെ പ്രധാന ഖജാൻജി കൂടിയായിട്ടുള്ള തങ്ങൾ അവരുടെ യുവ പണ്ഡിതനും പ്രഗത്ഭവാഗ്മിയായ എൻ്റെ സ്നേഹിതൻ ഓണംപിള്ളി അവരുടെ, നമ്മുടെ കമ്മുട്ടി സാഹിബ് വീരൻ ഹാജി അടക്കമുള്ള നമ്മുടെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാർ, അൽഹംദുലില്ലാഹ് വളരെയേറെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എനിക്ക് ശേഷം സംസാരിക്കാനുള്ള ബഹുമാനപ്പെട്ട ഓണംപിള്ളി ഫൈസി സാഹിബ് അവർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ പണ്ഡിതനും വാഗ്മിയുമാണ്. വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടാകും. മാത്രമല്ല, അതുപോലെ ഒരു പണ്ഡിതന്റെ വാക്കുകൾ കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പാകെ പണ്ഡിതനല്ലാത്ത എൻ്റെ ഒരു സംസാരം കൊണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കരുതെന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്. ഞങ്ങളെല്ലാം നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടിയ ഒരു സമുദായമാണ് നമ്മൾ. നമ്മുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, ലിവാദുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്ന വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ എത്രയോ ഭാഗ്യമുള്ളവരാണെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ സംസാരിച്ച നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട തങ്ങളോടൊപ്പം മുസഫർ നഗറിൽ ആയിരുന്നു. ഞങ്ങൾ അവിടെയാണ് ജുമാക്ക് കൂടിയിരുന്നതും. വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെയാണ്. ഞാനവിടെ കണ്ടു. ഞങ്ങൾ ജുമാക്ക് കൂടിയത് എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ വലിയ പള്ളിയാണല്ലോ. അവിടെ ഞങ്ങൾ ജുമാക്ക് കൂടി. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പള്ളി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ പള്ളിയിലെ ഹൗദ് പരയുടെ സൗകര്യമാണ്. ശരിക്കും തലയിൽ മണ്ണാവാതെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ നമ്മുടെ കാലിൽ മുഴുവനും മണ്ണ് വരണ്ട്. അങ്ങനെയുള്ള പള്ളി അവർക്കുള്ളൂ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 65% 70% മുസ്ലിങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ക്യാമ്പിൽ പോയി. നല്ല തണുപ്പാണ്. എത്രയോ വുള്ളൻ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് പോലും ഞങ്ങൾക്ക് പോലും കിടുകിടെ വറക്കുന്ന സമയമാണ്. ഏതാണ്ട് 40 കുടുംബങ്ങളുള്ള ഒരു ക്യാമ്പിലാണ് ഞങ്ങൾ പോയത്. അത് പാടത്തിന്റെ നടുവിലാണ്. നമ്മൾ ഈ ഇറയിലൊക്കെ വെക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ട് ഒരു റാ എന്ന് എഴുതിയാൽ എങ്ങനെയുണ്ടാകും, അതുപോലെ വളച്ചു കെട്ടി ഒന്നിനുള്ളിലാണ് വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ താമസിക്കും. ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് റാന്ന് എഴുതിയ മാതിരി 40 കുടുംബങ്ങൾ താമസിക്കുന്നത് നമ്മൾ ഈ ഹാൾ ഇവിടെ കൂടി നിങ്ങൾ കൂടിയ അതിന്റെ പകുതി സ്ഥലമില്ലാതെയാണ്. അവർക്ക് വൂളൻ സാധനങ്ങളില്ല. ഞങ്ങൾക്കിതൊക്കെ ഇട്ടിട്ടും തണുത്ത് വിറങ്ങലിക്കുന്ന ഞങ്ങൾ കണ്ടു. അപ്പുറത്തൊരു ചളിവെള്ളമുള്ള ഒരു കുണ്ടിൽ നിറയെ ചളിവെള്ളമാണ്. ഇപ്പുറത്ത് ആ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിന് താഴെ വിറച്ചിട്ട് അവർ കഴിയുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെ കുറെ മനുഷ്യരുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ണ്ട് നമുക്ക് നല്ല സ്ഥലങ്ങൾ, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അള്ളാഹുവാട് അനുഗ്രഹം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ഇതേമാതിരി ഈ ഇവിടെ ആസാമിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഞങ്ങളവിടെ പോയി.
അപ്പൊ അന്ന് ഞങ്ങളുടെ ടീമിൽ നമ്മുടെ റഹ്മത്ത് കാസിമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഉറുദു അറിയാം. അവിടെ ഒരു 3000 ആളുള്ള ഒരു ക്യാമ്പിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഇവരോട് ഉറുദുവിൽ ചോദിച്ചു, നിങ്ങൾ എത്ര പേരെന്ന് മഴരി നിസ്കരിച്ചെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ കൂടിയ ആളുകൾ മിക്കവാറും ആരും അന്ന് മഴരി നിസ്കരിച്ചിരുന്നില്ല. ഇതൊന്നും ഇന്ത്യക്ക് പുറത്തല്ല, നമ്മൾ നാട്ടിലാണ്. അപ്പൊ അല്ലാഹു തആല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഇതിനെല്ലാം തന്നെ പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതിൽ നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, കുട്ടികൾ പണ്ടത്തെ മാതിരി ഇമ്മനും പേരും നോക്കുന്നില്ല എന്ന് പരാതി, കുട്ടികളെ രാത്രി എങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല എന്നുള്ള പരാതി. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ടുണ്ടായ സംഗതി എന്താണ്? മോന് സുഖമായിട്ട് ഉറങ്ങുകയാണെന്ന് വിചാരിച്ചു, വീട്ടിൽ ഉമ്മ, വാപ്പയുടെ ഇല്ല. കുട്ടി രാത്രി 1:15 മണിക്ക് കാറെടുത്ത്, പുതിയ കാറ് വാപ്പ വാങ്ങിച്ചത്, അടുത്ത് പോയി. ആ കുട്ടിയും കൂട്ടുകാരെ വിളിച്ച് വമ്പിച്ച സ്പീഡിൽ വണ്ടി ഓടിച്ച് ആ കുട്ടിയും കൂട്ടുകാരും മരിച്ചുപോയി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളെ വീട്ടിലെ കുട്ടി പോയിട്ടുണ്ടോ? അപ്പൊ ഉമ്മ പറഞ്ഞു, തരില്ല, അവൻ ഉറങ്ങുന്നു. പോയി നോക്കുന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ ബാത്റൂമിലൂടെ പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ചെതറിയ മയ്യത്തായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, അത് നിങ്ങളുടെ കുട്ടിയാണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ കുട്ടി അർദ്ധരാത്രി വണ്ടി ഓടിച്ച് പോയി മരിച്ചിരിക്കുന്നുവെന്ന് ഉമ്മ അറിയുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് വരുന്ന എന്തുകൊണ്ടാണ്? ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് വൃദ്ധസദനം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടി. ഞാൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, ഇവിടെ നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്കിവിടെ വൃദ്ധസദനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. വണമ്പള്ളിന്റെ വീട്ടിലേക്ക് അടുത്താണ്, ചാവക്കാട്ടായിരുന്നു വീട്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിച്ചു, അതെന്തിനാണ് സാർ ഇവിടെ വയസ്സുകാലത്ത് ഇവിടെ ആരും അങ്ങനെ രക്ഷിതാക്കളെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിൽ ആക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് പൈസ കിട്ടിയതല്ലേ, നമുക്ക് എടുത്തു വെച്ചേക്കാം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മുസ്ലിംകളുടെ ഇടയിൽ താരതമ്യം കുറവാണ്. മറ്റ് പല സമുദായത്തിൻ്റെ ഇടയിൽ പ്രായം ചെന്നാൽ ഉമ്മയും ഉപ്പയും നേരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ച് അവരെ പോറ്റാൻ വാടക കൊടുക്കുകയാണ്. മുസ്ലിംകളുടെ ഇടയിൽ താരതമ്യം കുറവാകാനുള്ള കാരണം എന്ന് വെച്ചാൽ മതബോധമാണ്. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചത്, രക്ഷിതാവിനെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചത്. ആ പഠിപ്പ് എന്നോ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ തന്നെ വൃദ്ധസദനത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ കുട്ടി കല്യാണം എല്ലാം കഴിച്ച് ഭാര്യ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിക്ക് തോന്നും, ഇനിയിപ്പോ പ്രായമായ ഉമ്മയും ഉപ്പയും ഒരു ഭാരമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി താമസിക്കാൻ മക്കളെ വാപ്പനെയും ഉമ്മനെയും കൊണ്ടുപോയി പോറ്റാൻ ആളെ ഏൽപ്പിക്കാം എന്ന്. ആ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തേക്കും വളരെ വലിയ തോതിൽ കടന്നു വരികയാണ്. അപ്പൊ എന്താണ് മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഒരു നിയമം കൊണ്ട് ഇവിടെ ഒരു മാറ്റം വരുത്താൻ ഒക്കില്ല. നിയമം ധാരാളം ഉണ്ട് ഇവിടെ. നിയമം ഇല്ലാത്തത് കൊണ്ടല്ല. രാത്രി വണ്ടി ഓടിക്കാൻ പാടില്ല നിയമമുണ്ട്, മദ്യപിക്കാൻ പാടില്ല നിയമമുണ്ട്, കോളേജിൽ റാഗിങ് നടത്താൻ പാടില്ല നിയമമുണ്ട്, എല്ലാറ്റിലും ഇവിടെ നിയമമുണ്ട്. പക്ഷെ നിയമം കൊണ്ടൊന്നും മനുഷ്യനെ നന്നാക്കാൻ ഒക്കില്ല. അന്തരാത്മാവിൽ പഠിച്ചവനെ പേടിയില്ലെങ്കിൽ ഒരു നിയമം കൊണ്ട് മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഒക്കില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരാളെ കൊന്നാലുള്ള ശിക്ഷ എന്താണ്? തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ്. 10 ആളെ കൊന്നാൽ ശിക്ഷ എന്താണ്? 10 പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ ഒക്കുമോ? ഒരു പ്രാവശ്യം തന്നെ തൂക്കിക്കൊല്ലാൻ ഒക്കും. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് നമ്മുടെ കുട്ടികളെ നിക്ഷേപിച്ചാൽ, ഒരു സ്ഥലത്ത് ആക്കിയാൽ, അവിടെ ആ കുട്ടിയെ നന്നാകാനുള്ള എല്ലാ സംഗതിയും ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് കയ്യിൽ പണമുള്ളവരും മറ്റ് സൗകര്യമുള്ളവരും ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഉപരി നിക്ഷേപിക്കേണ്ടത് ഇതുപോലുള്ള സ്ഥാപനത്തിലാണ്. കാരണം ഇവിടെ നിക്ഷേപിക്കുന്ന നിക്ഷേപമാണ് ഏറ്റവും വലുതായിട്ടുള്ള നിക്ഷേപം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഇതുപോലുള്ള ദർസുകൾ, മദ്രസകൾ, ഇത് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള കേന്ദ്രങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
മരിച്ചാൽ മൂന്ന് കാര്യമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഒന്ന് ജാരിയ സദക്ക, രണ്ട് നാഫിയായിട്ടുള്ള ഇൽമ്, മൂന്നാമത്തെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സൽസന്തതികൾ. ഇത് മൂന്നും നേടാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഇതുപോലുള്ള സ്ഥലമാണ്. ജാരിയായിട്ടുള്ള സദക്കായിട്ട് അത് ബാക്കി ഉണ്ടാവും. ഇവിടുന്ന് പഠിക്കുന്ന നാഫിയായിട്ടുള്ള ഇൽമാണ്. ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ നമ്മൾ മരിച്ചു ചെന്നാൽ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുട്ടികളാവും. അപ്പൊ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ, മരിച്ചാൽ എന്തെല്ലാം മൂന്ന് കാര്യങ്ങൾ ബാക്കിയാകുമോ ആ മൂന്ന് കാര്യങ്ങൾ നേടാൻ പറ്റിയ സ്ഥലം ഇതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കുന്നതിന് വലിയ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തടവുകാരായി പിടിച്ച ആളുകളെ മോചിപ്പിക്കുന്നതിനുള്ള മോചനദ്രവ്യമായി അക്ഷരാഭ്യാസം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരുന്നു, പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത്രയ്ക്ക് വലിയ പ്രാധാന്യം. രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ പണ്ഡിതന്റെ തൂലികയിലെ മഷിക്ക് പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം. പഠിക്കുക എന്ന് പറയുന്നതിന് അത്രയും വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുകയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ നാം ആദ്യം കാണേണ്ടതും അതുതന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, പഠിപ്പ് ആർക്കാണ്? ചില വിചാരിക്കും നമ്മളെ പഠിപ്പെല്ലാം കഴിഞ്ഞു, കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെയല്ല. ഞാനീ സംസാരിക്കുന്ന ഞാനും ഈ കൂടി നിൽക്കുന്ന ആളുകളും ഈ കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളവരും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ്. ലൈഫ് ലോങ് ലേണേഴ്സ് എന്ന് പറയും. ജീവിതം മുഴുവൻ പഠിക്കേണ്ടവരാണ് നമ്മളും. അതിനാണ് ഇതുപോലുള്ള സദസ്സുകൾ. പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ആർക്കാണ് പഠിപ്പ് പൂർത്തിയാവുക? ഇവിടെ ഇപ്പോ യുവ പണ്ഡിതനുണ്ട്, വലിയ പണ്ഡിതന്മാരൊക്കെയുണ്ട്. ആർക്കും പഠിപ്പ് പൂർത്തിയാവുന്നില്ല. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും അൽക്കവ് സൂറത്ത് പോകുന്നുണ്ട്. അൽക്കവ് സൂറത്ത് നമ്മളെ എല്ലാ ആഴ്ചയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഹിബ്ർ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെന്ന് പറയാണ്. എന്താ പറയുന്നത്? അങ്ങക്ക് അല്ലാഹു തആല അറിയിച്ചു തന്ന അറിവ്, അതിൽ നിന്ന് കേട്ട് പഠിക്കാൻ ഞാൻ അങ്ങയുടെ കൂടെ കൂടിക്കൊള്ളട്ടെയോ എന്നാണ്. ആരാണ് ചോദിക്കുന്നത്? പ്രവാചകനായ മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. എത്ര മയത്തിലാണ് ചോദിക്കുന്നത്? ഞാൻ കൂടെ കൂടട്ടെയോ അങ്ങയുടെ കൂടെ? ഹിദ്ർ നബി പറയാണ്, അലൈഹി ഇസ്ലാം പറയാണ്, എന്റെ കൂടെ കൂടി ക്ഷമിച്ചു നിൽക്കാൻ അങ്ങക്ക് കഴിയില്ല, അതുകൊണ്ട് വേണ്ട. അപ്പൊ പറയുന്നത്, ഞാൻ ക്ഷമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് കൂടെ കൂടുക. കൂടെ കൂടിയിട്ട് ഓരോരോ സംഗതികൾ കാണുന്നു. ഒരു കപ്പലിനെ ദ്വാരമാക്കുന്നതായി, ഒരു കുട്ടിയെ കൊല്ലുന്നതായി, വിശന്ന് നടക്കുന്ന സമയത്ത് പോലും ഒരു മതിൽ പൊളിഞ്ഞു വീഴുന്നത് താങ്ങി നിർത്തിയിട്ടും അവരോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിന് കിട്ടുമായിരുന്നെങ്കിൽ അത് പോലും വാങ്ങാതെ മുന്നോട്ട് പോകുന്ന കണ്ടപ്പോഴൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചുപോയി. അവസാനം അതിൻ്റെയൊക്കെ സിറ് പറഞ്ഞു കൊടുത്തു. എന്താണ്? എന്തിനാണ് കപ്പൽ ഓട്ടയാക്കിയത്? എന്തിനാണ് ആ കുട്ടിയെ കൊന്നത്? എന്തിനാണ് അവിടുന്ന് ഭക്ഷണം പോലും ചോദിക്കാതെ പോയത് എന്ന കാര്യമൊക്കെ. അത് കാണിക്കുന്നത് എന്താണ്? നിങ്ങൾ കാണുന്ന അറിവ്, ആ അറിവ് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതായിരിക്കില്ല അതിന്റെ സത്യം. സത്യം വേറെ ആയിരിക്കാം. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അറിവ് നേടാൻ താഴ്മയോടുകൂടി പ്രായവ്യത്യാസമില്ലാതെ സ്ഥാനവ്യത്യാസമില്ലാതെ പോകേണ്ടതാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ലഭിച്ച അറിവാവില്ല ശരിയായ സത്യം, ആ സത്യം ഒരുപക്ഷെ അതിന് മേലെയായിരിക്കാം. അങ്ങനെയുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദർഭമാണിത്. രണ്ടാമതൊരു കാര്യം, പഠിച്ചവൻ ചിലർക്ക് അറിവ് നൽകുന്നു, പഠിച്ചവൻ ചിലർക്ക് കഴിവ് നൽകുന്നു. ആ കഴിവിന്റെ സ്ഥിതി എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പേപ്പറിലുണ്ടായിരുന്നു, അമേരിക്കയിൽ കുട്ടി ജനിച്ചിട്ടുണ്ട്, അതിന് 4 വയസ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന IQ ലെവൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ബെർണാഡ് ഷാ, സ്റ്റീഫൻ ഹോക്കിൻസ് എന്നിത്യാദി വലിയ വലിയ ആളുകളുടെ IQ ലെവൽ ആ കുട്ടിക്ക് ഇപ്പോഴുണ്ടത്രേ. 4 കൊല്ലമായ കുട്ടിക്ക് എങ്ങനെയാണ്
സ്റ്റീഫൻ ഹോക്കിൻസിനേക്കാൾ വലിയ ബുദ്ധി ഉണ്ടാകുന്നത്, നെപ്പോളിയനേക്കാൾ വലിയ അല്ലെങ്കിൽ ബെർണാഡ് ഷേ പോലെയുള്ള ബുദ്ധി ഉണ്ടാകുന്നത്? അവിടെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം എന്ന് പറയുന്നത്. അള്ളാഹു തന്നെ ഈ ഭൂമിയിൽ ആളുകളെ സൃഷ്ടിക്കുന്നു, അവർക്ക് അറിവ് നൽകുന്നതും പഠിച്ചവനാണ്. തേനീച്ചക്ക് അള്ളാഹു വഹി നൽകി എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. തേനീച്ച കൂടുണ്ടാക്കുന്നത് പോലെ കൂടുണ്ടാക്കിയാൽ ഏറ്റവും നല്ല നിർമ്മാണമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തേനീച്ച എങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ടോ? തേനീച്ചയ്ക്ക് കൂടുണ്ടാക്കുന്നതിന് അത്രയും വൈദഗ്ധ്യം നൽകിയത് അള്ളാഹുവിന്റെ വരദാനമാണ്. ഏറ്റവും നന്നായി പാട്ട് പാടുന്നവരെ മരിച്ചുപോയ എഴുത്തുകാരിയുണ്ട്, കമലാസുരയ്യ. അവർ പറഞ്ഞ് വിശേഷിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തിലെ കുയിലിന്റെ സ്വരമുള്ള പെൺകുട്ടി എന്നാണ്. സ്വർഗത്തിലെ കുയിലൻ സംഗീത കോളേജിൽ പോയിട്ടുണ്ടോ? അപ്പൊ സ്വർഗത്തിലെ കുയിലിന് പാട്ട് പാടാനുള്ള ശക്തി കൊടുത്തത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു നൽകുന്നതാണ് ഈ വിജ്ഞാനം അത്രയും. അപ്പൊ വിജ്ഞാനം കിട്ടിയെന്നത് കൊണ്ട് ആരും വലിയ ആളുകളാവേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം, ഈ പ്രയോജനപ്രദമായ വിജ്ഞാനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രയോജനപ്രദമായ വിജ്ഞാനം എന്ന് പറയുന്നത്? ഇപ്പൊ ഡിഗ്രി ഉള്ളവരുണ്ട്, ബിടെക് ഉള്ളവരുണ്ട്, എംടെക് ഉള്ളവരുണ്ട്, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ആ കിട്ടുന്ന വിവരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക? ഞാനൊരു കഥ വായിച്ചിരുന്നു അടുത്ത കാലം. ആ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പലിന്റെ എഞ്ചിൻ കേടുവന്നു. അങ്ങനെ സകല ആൾ വന്ന് എഞ്ചിൻ നന്നാക്കാൻ നോക്കി. ഷിപ്പിംഗ് ടെക്നോളജിയിൽ IIT പാസ്സായവർ വന്ന് നോക്കി, കപ്പൽ നന്നായില്ല. വലിയ വലിയ എഞ്ചിനീയർമാർ മുഴുവൻ വന്ന് നോക്കി, കപ്പൽ നന്നാക്കാൻ ശരിയായില്ല. അവസാനം ഒരാൾ പറഞ്ഞു, ഇതിന്റെ അടുത്ത ഗ്രാമത്തിൽ ഒരു വയസ്സൻ ഒരാളുണ്ട്, നാടൻ. മൂപ്പര് ഈ കപ്പൽ ഉണ്ടാക്കുന്ന കാലം മുതൽ ഇതിന്റെ കൂടെ നടക്കുന്ന ആളാണ്. അങ്ങേക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടാവും, വിളിക്കാന്ന് പറഞ്ഞു. എഞ്ചിനീയർമാരെല്ലാം കൂടി പറഞ്ഞു, എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? ഞങ്ങളെല്ലാവരും വിചാരിച്ച് നന്നാക്കാൻ കഴിയാത്ത ഈ കപ്പലുണ്ടോ ഈ നാടൻ മനുഷ്യൻ നന്നാക്കാൻ സാധിക്കുന്നു ചോദിച്ചു. ഏതായാലും നോക്കാൻ തന്നെ വിളിക്കാൻ ആളയച്ചു. അവർ വരുന്ന സമയത്ത് ഒരു ചാക്ക് സംഖ്യയുണ്ട്, ഒരു ബനിയനുണ്ട്. അവരെ കണ്ടപ്പോഴേ എല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. ഇവനാണോ ഈ എഞ്ചിനീയർമാർ പരാജയപ്പെടുന്നത് ഈ കപ്പൽ നന്നാക്കാൻ പോകുന്നത്? അയാൾ വന്ന് സഞ്ചി അവിടെ വെച്ച് കപ്പലിന്റെ അടിയിൽ കൂടെ ഒന്ന് നോക്കി, മേലെ ഒന്ന് നോക്കി, ചുരുക്കി പറഞ്ഞ ഒരു റൗണ്ടൊക്കെ എടുത്ത് പിന്നെ പോയി ചാക്കിന്റെ സഞ്ചി അഴിച്ച് അതിനൊരു ചുറ്റിക എടുത്തുകൊണ്ടുവന്നിട്ട് കപ്പലിന്റെ ഒരു പ്രത്യേക കോർണറിൽ പോയിട്ട് 2 വേണ്ടിട്ട് കപ്പൽ സ്റ്റാർട്ടായി. കപ്പൽ സ്റ്റാർട്ടായതിനു ശരി ഇയാൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ബില്ല് അയച്ചു, $10,000, $10,000. ഇപ്പൊ എഞ്ചിനീയർ ചോദിച്ചു, വാട്ട് നോൺസെൻസ്, ഇവൻ ആകെ 5 മിനിറ്റ് നിന്നിട്ടുള്ളൂ, അതിന് ഇവനെങ്ങനെ $10,000 ബില്ല് അയക്കാന്ന് വെച്ചു. ഒരു കത്തയച്ചു അയക്ക്, യു ആർ റിക്വസ്റ്റഡ് ടു റീസബ്മിറ്റ് യുവർ ബിൽ വിത്ത് ഐറ്റം വൈസ് ഡീറ്റെയിൽസ്. നിങ്ങൾ ഐറ്റം വൈസ് ഡീറ്റെയിൽ കാണിച്ചിട്ട് ബില്ല് അടിച്ചയക്കണം. അയാളുടെ ബില്ല് കൃത്യമായിട്ട് ഐറ്റം ചേർത്തി. എന്താ ചേർത്തിയെന്ന് ചോദിച്ചാൽ ചുറ്റിയക്ക് വില $2. ചുറ്റിക്ക് എവിടെയാണ് ശരിക്കും അടിക്കേണ്ടതുള്ള വിവരത്തിന് വില $9,998. അങ്ങനെ $10,000 കറക്റ്റ്. ഇവിടെയാണ് വിവരത്തിന്റെ കൃത്യമായ വിഭജനം ഉണ്ടാകുന്നത്. നിങ്ങൾ ഡിഗ്രി കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ ഡിഗ്രി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയുന്നത് അള്ളാഹു നൽകുന്ന വരദാനമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കൊണ്ടോ നിങ്ങളുടെ 10ാം ക്ലാസ് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ പഠിക്കുക, ഞാനും പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എനിക്കും ഞാൻ അസംബ്ലി ആദ്യം പ്രസംഗിക്കാൻ പോയ ദിവസം ഞാൻ മൈതാനത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കറിയാം അസംബ്ലിയിൽ പോയാൽ സ്പീക്കർ എന്റെ ഈ മൈതാന പ്രസംഗത്തിന് സംബന്ധമില്ല. അതുകൊണ്ട് എങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയേണ്ട ആശയം എങ്ങനെ ഒതുക്കി പറയാൻ 3 ദിവസം പ്രാക്ടീസ് ചെയ്ത ആളാണ് ഞാൻ, കണ്ണാന്റെ മുമ്പിലുള്ളത്. അങ്ങനെ തന്നെയായിരുന്നു പാർലമെന്റിലെയും കാര്യം. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ആർക്കും പഠിപ്പ് പൂർത്തിയാവുന്നില്ല. പഠിപ്പ് പ്രയോഗിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇതുപോലെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നമ്മുടെ ജീവനായിട്ട് നമ്മൾ നോക്കണം. ആളുകൾക്കൊക്കെ ഇപ്പോൾ പുതിയ ഭ്രമമാണ്, വിദ്യാഭ്യാസം ഉദ്യോഗത്തിന് വേണ്ടിയാണ്. ഉദ്യോഗം കിട്ടും, കിട്ടാതിരുന്നേക്കും. പക്ഷേ ഉദ്യോഗം കിട്ടിയതുകൊണ്ട് കാര്യമായില്ല. മനുഷ്യ മനസ്സുകളെ നന്നാക്കണമെങ്കിൽ ഈ പഠിപ്പ് കൊണ്ടോ ഡിഗ്രി കൊണ്ടോ കാര്യമാണ്. അത് അനിവാര്യമായ കാര്യമാണ്.
അല്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ രാജ്യത്തെ മനുഷ്യൻ ഇന്ന് നേരിടുന്ന എല്ലാ കുറ്റകൃത്യങ്ങളെയും അതിന് മനുഷ്യൻ രക്ഷപ്പെടുത്താൻ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാവില്ല. അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കൃത്യമായി വേണ്ടത് നമ്മുടെ രാജ്യത്ത് അവരുടെ മനസ്സിൽ നന്മ വളർത്താനുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ്. അതാണ് ഈ സ്ഥാപനം നിർവഹിക്കുന്ന പവിത്രമായ ദൗത്യം എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മുടെ നാട്ടിൽ വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾ നല്ലതാണ്. ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ മൗലിദിനും വേണമോ വേണ്ടേ, ഈ സീസൺ വന്നാൽ പിന്നെ അതിനെപ്പറ്റിയുള്ള വിവാദങ്ങളും തർക്കങ്ങളുമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മൗലിദ് ദിനങ്ങളിലൂടെ നടക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മദ്രസ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ഉസ്താദന്മാർ എഴുതി കൊടുത്തിട്ട് റസൂലുള്ളാഹിനെ പറ്റി എന്തെങ്കിലും ഒരു മദ്ഹ് പഠിച്ചിരിക്കും. ഒന്നുകിൽ പ്രസംഗിക്കാൻ, അല്ലെ വെയ്ത്ത് ചെല്ലാൻ, അല്ലെ സംഭാഷണം നടത്താൻ ആയിരക്കണക്കിന് മിലാദ് യോഗങ്ങൾ രാജ്യത്ത് നടക്കും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്താണെന്ന് ലോകത്തിന് ഉപയോഗം പറഞ്ഞുകൊണ്ടേയിരിക്കും. ടിവികളിലായിട്ടും വീഡിയോകളിലായിട്ടും അത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിന്റെ ഗുണം ആർക്കാണ്? നമുക്കാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ജീവചരിത്രം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അവസരമുണ്ടാകും. അതിന്റെ എല്ലാം പ്രയോജനം കിട്ടുന്നൊരു സദസ്സാണ് ഈ സദസ്സ്. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്ത സദസ്സാണ്. ഈ സദസ്സിൽ വരുവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പഠിച്ചവൻ ഈ സദസ്സിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അവന്റെ മഹത്തായ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ടതിന് നിങ്ങളോടെല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.